എൻ്റെ പ്രണയം ഭാഗം 96. ഹരി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. എനിക്ക് ഈ കൈ പിടിച്ച് നടക്കുന്നത് കൊണ്ട് ഒരു നാണക്കേടുമില്ല എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ചുകൊണ്ടാണ് നടന്നത്. അവർ നടന്നു വരുമ്പോൾ അവരെ കാണുന്ന ഹരിയുടെ സ്റ്റാഫുകളെല്ലാം ചെറിയൊരു പുഞ്ചിരി കൊടുക്കുന്നുണ്ട്, തിരിച്ച് പൊന്നുവും. പക്ഷേ ഹരി ചെറിയൊരു ഗൗരവത്തിലാണ് നടക്കുന്നത്. താഴെ ചെന്നതും ഹരിയുടെ ഡ്രൈവർ കാറുമായിട്ട് വന്നു. ഹരിയും പൊന്നുവും കാറിലേക്ക് കയറി. വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് പോകാം, അതാ ഞാൻ അരമണിക്കൂർ പറഞ്ഞത്. ഈ വേഷത്തിൽ ചെന്നാൽ ശരിയാകില്ല, ഹരി പറഞ്ഞു. അത് പൊന്നുവും സമ്മതിച്ചു. രണ്ടുപേരും വേഗം വീട്ടിലെത്തി. വേഗം റെഡിയായി ഹരിയുടെ കാറും എടുത്ത് അവർ രണ്ടുപേരും സീ റിസോർട്ടിലേക്ക് എത്തുമ്പോൾ 3/4 മണിക്കൂർ ആയിരുന്നു. ചെന്നപ്പോഴേ കണ്ടു എല്ലാവരും മുഖം വീർപ്പിച്ച് ഇരിക്കുന്നത്. മാത്രവുമല്ല, ടേബിളിൽ ജ്യൂസ്, ഐസ്ക്രീം, അങ്ങനെ എന്തൊക്കെയോ ഇരിക്കുന്നുമുണ്ട്. നിങ്ങൾ കഴിച്ചോ? ഹരി ചോദിച്ചു. അളിയനാണെന്ന് വെച്ച് ഞാൻ തേറി പറയില്ല എന്ന് കരുതരുത്. മനുഷ്യൻ വിശന്ന് കുടല് കത്തിയിരിക്കുമ്പോഴാ എന്തളിയൻ, തരുൺ പറഞ്ഞു. എൻ്റെ മക്കളെ, ഇത്രയും മേടിച്ച് കഴിച്ചിട്ടും നിങ്ങൾക്ക് വിശപ്പ് മാറിയില്ലേ? നിങ്ങൾ വരുന്നത് വരെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ലൈറ്റായിട്ട് കഴിച്ചതാ ഈ ടേബിളിൽ കാണുന്നത്, മുത്തശ്ശൻ പറഞ്ഞു. വേഗം തന്നെ ഹരി ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്തു. അപ്പോഴേക്കും നവീനും വന്നു. അവൻ വന്നതും ശ്രദ്ധ അവനെ കണ്ടു. സ്വസ്ഥമായിട്ട് ഒരിടത്തും വായി നോക്കാൻ സമ്മതിക്കരുത്, അപ്പോഴേക്കും കയറി വന്നോളണം, ശ്രദ്ധ അടുത്തിരുന്ന ഐറയോട് പതിയെ പറഞ്ഞു. നീ അങ്ങനെ ഒറ്റയ്ക്ക് വായി നോക്കാൻ നിൽക്കണ്ട. ഞങ്ങളൊക്കെ കണ്ടില്ലേ ഞങ്ങൾ ഭർത്താക്കന്മാരുടെ കൂടെ നടക്കുന്നത്. നീ മാത്രം ഒറ്റയ്ക്ക് വായി നോക്കി നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു, അടുത്തിരുന്ന വാണി പറഞ്ഞതും. അത് പിന്നെ ഹരിയേട്ടൻ പോരുമ്പോൾ അറിയാൻ പാടില്ലേ ഹരിയേട്ടൻ്റെ വാലുകൂടി വരുമെന്ന്. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു, അവൾ പൊന്നുവിനെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. പിന്നെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് സമയം ബീച്ചിലും മറ്റും നടന്നു. ഹരി, നിനക്കത് കേട്ടിട്ട് എന്തു തോന്നുന്നു? നീ അത് കേട്ടിരുന്നോ? മുത്തശ്ശി ചോദിച്ചു. ഞാൻ കേട്ടിരുന്നു. എനിക്ക് അതിൽ സംശയമുള്ളത് ആ സാവിത്രി വിജയകുമാറിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ്, ഹരി പറഞ്ഞു. അത് തന്നെയാ മോനെ എൻ്റെയും സംശയം. ഇതിൽ ആരോ ശക്തമായി കളിക്കുന്നുണ്ട്. അയാൾക്ക് പിന്നിൽ വളരെ ഗൂഢമായ ഒരു ലക്ഷ്യവുമുണ്ട്. ഒരു പക്ഷേ വിജയകുമാറിൻ്റെ മന്ത്രിസ്ഥാനമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഇതെല്ലാം അറിയുന്ന 3 പേരുണ്ടാകും, ഹരി പറഞ്ഞതും മുത്തശ്ശി ഹരിയെ നോക്കി. 1 സാവിത്രി, 2 പവിത്ര, അതായത് പാർവണയുടെ അമ്മ, പിന്നെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരാൾ. ഹരി പറഞ്ഞതും മുത്തശ്ശി അതെ എന്നുള്ള രീതിയിൽ തലയണക്കി. ഹരി മോനെ, നീ എന്തുകൊണ്ടാ ഞാനിങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു എന്നറിഞ്ഞപ്പോൾ തടയാതിരുന്നത്? മുത്തശ്ശി ചോദിച്ചു. ഞാനേ എൻ്റെ മുത്തശ്ശിയുടെ അച്ഛനില്ലേ, അതായത് എൻ്റെ അമ്മച്ചൻ, ക്രൈംബ്രാഞ്ച് ഓഫീസർ സേതുനാഥിൻ്റെ മകളായ എൻ്റെ ഈ മുത്തശ്ശിയെ എനിക്ക് വിശ്വാസമാണ്. മുത്തശ്ശി മുത്തശ്ശനെക്കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് ഈ യൂണിഫോം ഇടാനുള്ള ആഗ്രഹം എനിക്ക് വന്നത്. മുത്തശ്ശിക്കും താല്പര്യമായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ മുത്തശ്ശി ഒരു അധ്യാപികയായി മാറിയത് അത് മുത്തശ്ശിയുടെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണെന്നും എനിക്ക് പറഞ്ഞു കേട്ടുള്ള അറിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സേതുനാഥൻ്റെ മകളായ എൻ്റെ മുത്തശ്ശിയുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പോലീസ് ബുദ്ധി ഒന്ന് ഉണരട്ടെ എന്ന് കരുതി. അവൻ പറഞ്ഞതും മുത്തശ്ശി അവനെ ചേർത്ത് പിടിച്ചു. കടപ്പുറത്തു കൂടി ഹരിയും മുത്തശ്ശിയും ഒരുമിച്ച് നടക്കുകയായിരുന്നു. പൊന്നുവിനെ വിളിച്ച് ഐറയും വാണിയും ശ്രദ്ധയും കൂടി ബീച്ചിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് മുത്തശ്ശി ഹരിയുടെ അടുത്തേക്ക് ചെന്നത്. എന്താണ് ഇവിടെ ഒരു സംസാരം എന്ന് ചോദിച്ച് അവർക്കിടയിലേക്ക് മുത്തശ്ശൻ വന്നു. ഒന്നുമില്ല, ഞാനേ എൻ്റെ മുത്തശ്ശിയെ ഒന്ന് അഭിനന്ദിച്ചതാണ്. ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് വന്നതല്ലേ, അതും എന്നെ സഹായിക്കാൻ വേണ്ടി. പക്ഷേ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരി പറഞ്ഞു. അല്ലെങ്കിലും എനിക്ക് എൻ്റെ ഭാര്യയെ വിശ്വാസമാണ്, അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ പോയത്, മുത്തശ്ശനും പറഞ്ഞു. അല്ലാതെ ക്രൈംബ്രാഞ്ച് ഓഫീസറായിരുന്ന സേതുനാഥിൻ്റെ മകൾ രേവതി സേതുനാഥ് എന്ന എൻ്റെ മുത്തശ്ശിയെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഉറപ്പുകൊണ്ടല്ല, ഹരി പറഞ്ഞു. എനിക്ക് നിന്നെയും നിന്റെ മുത്തശ്ശിയും വിശ്വാസമാണ്, പോരെ, മുത്തശ്ശൻ പറഞ്ഞതും അവർ ഒന്ന് ചിരിച്ചു. എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? എന്തായാലും കൺഗ്രാറ്റ്സ് മുത്തശ്ശി, മുത്തശ്ശിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങോട്ട് വന്ന് മുത്തശ്ശിക്ക് നേരെ കൈ നീട്ടിയതും മുത്തശ്ശി കൈ കൊടുത്തു. ഇനിയും ഞങ്ങൾ മുത്തശ്ശിയുടെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്, നവീൻ പറഞ്ഞു. ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ സഹായിച്ചിരിക്കും, മുത്തശ്ശിയും പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഹരിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്.
ഫോൺ എടുത്തതും ഹരി എല്ലാവരെയും നോക്കി. പിന്നെ കുറച്ച് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. എപ്പോ? എന്താ സംഭവിച്ചത്? ഹരി ചോദിച്ചു. വേണ്ട സാർ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാറിനെ വിളിക്കാം. ഓക്കെ എന്ന് പറഞ്ഞ് ഹരി തിരിഞ്ഞതും കാണുന്നത് ഒരു വണ്ടിയിലിരുന്ന് അവരെ എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്ന ഋദ്ദിക്കിനെയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ഋദ്ദിക്കാണെന്ന് അവന് മനസ്സിലായി. ഹരി അവൻ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു പൊന്നുവും എല്ലാവരും കൂടി വെള്ളത്തിൽ കളിക്കുന്ന ആ ഭാഗത്തേക്കാണ് അവൻ്റെ നോട്ടം എന്ന് കണ്ടതും ഹരിയുടെ കണ്ണുകൾ ഒന്ന് കുറുകി. അവൻ നടന്ന് പൊന്നുവിൻ്റെയും കൂട്ടുകാരുടെയും അടുത്തെത്തി. അവിടെ നിന്നും അവൻ അവരെ തിരിഞ്ഞു നോക്കാതെ നവീനെ വിളിച്ചു. കൂടെ തരുണിനെയും വിളിച്ച് സംസാരിച്ചു. ഇപ്പോൾ തിരിഞ്ഞു നോക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്നും മാറി. ഐസ്ക്രീം വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരിഞ്ഞ് തരുൺ നടന്നു. അവൻ്റെ ശ്രദ്ധയും ഹരി പറഞ്ഞ ആ വാഹനത്തിലായിരുന്നു. തരുൺ, ഞാൻ കൂടി വരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ എറിക്കും പോയി. എറിക്കിൻ്റെ നോട്ടവും ആ വാഹനത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ഹരിയും നവീനും പൊന്നുവിൻ്റെയും കൂട്ടുകാരുടെയും ഒപ്പം തന്നെ നിന്നു. അവർ തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ അവർ അവിടെ ചെന്നാൽ അവർ അവിടെ നിന്ന് മാറിപ്പോകും എന്നറിയാവുന്നത് കൊണ്ട് തരുണിനെയും എറിക്കിനെയും വിട്ടത്. തരുൺ നേരെ ഹരിയുടെ കാറിലേക്കാണ് ചെന്നത്. അവിടെ ചെന്ന് അവൻ പറഞ്ഞതുപോലെ കാറിൽ നിന്നും ഒരു ബോക്സ് തുറന്നു. അതിൽ നിന്നും ഒരു GPS ട്രാക്കർ എടുത്ത് അവർ ആ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ പുറകിലായി കാണുന്ന ഐസ്ക്രീം വിൽക്കുന്ന വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. അവർ നടക്കുമ്പോൾ വണ്ടിയിലേക്ക് അവർ ശ്രദ്ധിച്ചിരുന്നു ആ വണ്ടിയിൽ എത്ര പേരുണ്ടെന്ന്. ഗ്ലാസ് താഴ്ത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വണ്ടിയിൽ ഋദ്ദിക്കും ബാക്ക് സീറ്റിൽ 2 പേരുമാണ് ഉള്ളത് എന്ന് മനസ്സിലായതും അവർ 2 പേരും ഐസ്ക്രീം വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. എറിക്ക് ഐസ്ക്രീം വണ്ടിയിൽ നിന്നും ഐസ്ക്രീമുകൾ പറഞ്ഞു വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തരുൺ ആ വണ്ടിയുടെ പുറകിലിരുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ചുറ്റും നോക്കിക്കൊണ്ട് ആ വണ്ടിയിൽ ആ GPS ട്രാക്കർ വെച്ചതിന് ശേഷം അവൻ ഫോൺ എടുത്ത് ഹരിയെ വിളിച്ചു. ഹരി ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവൻ്റെ ഫോണിലെ GPS ട്രാക്കർ ഓൺ ചെയ്തു. അതിനുശേഷം തരുണും എറിക്കും ഐസ്ക്രീം വാങ്ങി അവരുടെ അടുത്തേക്ക് വന്നു. അവർ വന്നതും ഹരി ഋദ്ദിക്കിൻ്റെ വണ്ടി ലക്ഷ്യമാക്കി നടന്നു. ഹരി അങ്ങോട്ട് വരുന്നത് കണ്ടതും ഋദ്ദിക്കിൻ്റെ ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു. അത് കണ്ടതും ചെറിയൊരു പുഞ്ചിരിയോടെ ഹരി അവിടെ തന്നെ നിന്നു. അവൻ ആ വണ്ടി പോകുന്നത് ശ്രദ്ധിച്ചു. പിന്നെ ഫോണിലേക്ക് നോക്കി. ആ വണ്ടി പോകുന്ന ഏത് ലൊക്കേഷനാണെന്ന് അവൻ ശ്രദ്ധിച്ചു. അതിനുശേഷം അവൻ ട്രാഫിക്കിൽ വിളിച്ച് ആ വണ്ടിയുടെ നമ്പറും അതിൻ്റെ ലൊക്കേഷനും ട്രാക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും എല്ലാവരുടെയും അടുത്തേക്കെത്തി. ഹരി, നികേഷ് മീനാക്ഷിയെ ഇടിച്ച വണ്ടി കണ്ടുപിടിച്ചു. അത് ഇപ്പോൾ ഇവിടെ നിന്ന് പോയ വണ്ടിയിലെ ആ വണ്ടിയുടെ സെയിം നമ്പറിൽ തന്നെയുള്ള വണ്ടിയാണ്. പക്ഷേ വണ്ടി ഇതല്ല എന്ന് മാത്രം. ഹരി പറഞ്ഞതും നവീൻ ഹരിയൊന്ന് നോക്കി. അപ്പോൾ എല്ലാത്തിനും പിന്നിൽ ഒരാളാണെന്ന് മനസ്സിലായി. മിത്രയുടെ കേസിൽ ഈ പറഞ്ഞ ഗ്യാങ്ങിനും അല്ലെങ്കിൽ ഈ കേസിലെ ആളുകൾക്കും പങ്കുണ്ട് എന്നാണോ? അറിയില്ല. ഇപ്പോൾ എനിക്ക് നികേഷ് അയച്ചു തന്ന വണ്ടി നമ്പറാണ് ഇപ്പോൾ നമ്മൾ GPS ട്രാക്കർ വെച്ച വണ്ടിയുടെ നമ്പറും സെയിം ആണ്. പക്ഷേ 2 വണ്ടികളാണ് എന്ന് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ നീ പറഞ്ഞത് ശരിയാണ്. 2 കേസുകൾക്കും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തോന്നുന്നു. ഹരി, എനിക്കൊരു സംശയം. ഇതിനെല്ലാം പിന്നിൽ മിത്ര അയ്യരാണോ? പെട്ടെന്ന് നവീൻ ചോദിച്ചതും ഹരി അവനെ നോക്കി. അറിയില്ല, ഒന്നും അറിയില്ല. എന്തായാലും ഞാനിന്ന് സൂര്യനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അത് വേറൊരു കേസിൻ്റെ ഭാഗവുമായിട്ടാണ്. പക്ഷേ സൂര്യൻ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ ഉണ്ടാകില്ല. അതിനു മുമ്പ് എനിക്ക് അവനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. എന്തായാലും എല്ലാ വഴിക്കും അന്വേഷണം നടക്കട്ടെ. പിന്നെ ആ വാഹനം പോകുന്നിടത്തേക്ക് എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ എവിടെയെല്ലാം വാഹനം നിർത്തുന്നു എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് അറിയിക്കണം, ഹരി പറഞ്ഞു. നവീൻ സമ്മതിച്ചു. അപ്പോഴേക്കും എല്ലാവരും അവരുടെ അടുത്തേക്ക് വന്നു. എന്നാ പിന്നെ ഇനി പോയാലോ? മുത്തശ്ശൻ ചോദിച്ചു. നിങ്ങൾ പോയിക്കോളൂ, ഞാനും പൊന്നുവും വില്ലയിലേക്കാണ് എന്ന് പറഞ്ഞ് ഹരിയും പൊന്നുവും കാറിലേക്ക് കയറി. അവർ വില്ലയിലേക്ക് ചെല്ലുമ്പോൾ 21ാമത്തെ വില്ലയിലേക്ക് ഹരിയും പൊന്നും ഒന്ന് നോക്കി. പിന്നെ ഹരിയുടെ വില്ലയിൽ വന്ന് വണ്ടി നിർത്തിയതും വണ്ടിയിൽ നിന്ന് പൊന്നും ഹരിയെ ഇറങ്ങി. വില്ലയുടെ താക്കോൽ വെച്ച് പൊന്നു തുറന്ന് അകത്തേക്ക് കയറിയതും പൊന്നുവിൻ്റെ മനസ്സിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ഓർമ്മ വന്നതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് മനസ്സിലായതുപോലെ അവളുടെ പുറകിലൂടെ വന്ന് അവളെ ഹരി ചുറ്റിപ്പിടിച്ചു. അവളെ എടുത്ത് പൊക്കി. ഹരിയേട്ടാ, താഴെ നിർത്ത്, പൊന്നു പറഞ്ഞു. എന്തു പറ്റി? ഒരു നാണം വന്നല്ലോ ഇവിടെ എത്തിയപ്പോൾ, ഹരി ചോദിച്ചു.
അത് പിന്നെ ഒന്നുമില്ല. അങ്ങനെ പറയലേ. എന്താ ഓർത്തത്? അത് ഞാൻ അന്നത്തെ അവൾ പറഞ്ഞു നിർത്തിയതും. എന്നത്തെ? ഹരി ചോദിച്ചു. എന്നെ ഹരി, ഡോർ അടച്ചിട്ട് വേണ്ടേടാ റൊമാൻസിക്കാൻ. ഇതിപ്പോൾ നാട്ടുകാരെ എല്ലാവരെയും ഇവൻ കാണിക്കല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് സൂര്യൻ കയറി വരുന്നത്. കൂടെ മയൂരിയും. മയൂരി ഹരി പൊന്നുവിനെ എടുത്തു പൊക്കി നിൽക്കുന്നത് കണ്ടപ്പോഴേ സൂര്യന്റെ പുറകിലേക്ക് മറഞ്ഞു നിന്നു. ദേ, നീ കാരണം എൻ്റെ പെണ്ണിന് നാണം വന്നു. ഒളിച്ചു നിൽക്കുന്നത് കണ്ടോ? സൂര്യൻ പറഞ്ഞതും ഹരി പൊന്നുവിനെ താഴെ നിർത്തി. ഹരിയുടെ പിന്നിലേക്ക് ഒളിക്കാൻ പോയ പൊന്നുവിനെ സമ്മതിക്കാതെ നേരെ നിർത്തി. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു. ഞാൻ എൻ്റെ പെണ്ണിനെയാ കെട്ടിപ്പിടിച്ചത്. ഓ, ഇതൊന്നും ഇല്ലാത്തൊരു പുണ്യാളൻ. അതെ, മറഞ്ഞു നിൽക്കണ്ട, ഇങ്ങോട്ട് നോക്കിയേ. ഹരി പറഞ്ഞതും മയൂരി സൂര്യന്റെ പുറകിൽ നിന്നും മുന്നിലേക്ക് വന്നു. ഒന്നുമില്ലെങ്കിലും വാതിലടച്ചിടാൻ പാടില്ലേടാ, സൂര്യൻ ചോദിച്ചുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ വന്ന് കയറിയതേയുള്ളൂ, ഹരി പറഞ്ഞു. ആണോ? അപ്പോ വന്ന് കയറിയപ്പോഴേ തുടങ്ങിയോ? സൂര്യൻ ചോദിച്ചു. മയൂരി സൂര്യന്റെ കയ്യിൽ ഒന്ന് നുള്ളി. ആ, എനിക്ക് വേദനിച്ചുട്ടോ, അവൻ പറഞ്ഞു. മിണ്ടാതിരിക്കുക, മയൂരി പതിയെ പറഞ്ഞു. രണ്ടുപേരും അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാ, ഹരി പറഞ്ഞു. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി വരാലോ, സൂര്യൻ ചോദിച്ചുകൊണ്ട് മയൂരിയുടെ കൈയും പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. നിങ്ങളിരിക്കുക, ഞങ്ങൾ വന്നതേയുള്ളൂ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, പൊന്നു പറഞ്ഞതും ഞാനും കൂടി വരാം എന്ന് പറഞ്ഞ് മയൂരിയും പൊന്നുവിൻ്റെ കൂടെ ചെന്നു. ഹരിയും സൂര്യനും സോഫയിൽ ഇരുന്നു. ഞാൻ വന്നപ്പോൾ അവിടെയൊന്ന് നോക്കി, അവിടെ ആരും ഇല്ല എന്ന് തോന്നുന്നു, ഹരി പറഞ്ഞതും. ആരു പറഞ്ഞു? അവിടെ ആളുകളുണ്ട്, കുറച്ചു മുമ്പ് കൂടി ഞാൻ കണ്ടതാണ്, സൂര്യൻ പറഞ്ഞു. പക്ഷെ സൂര്യ, അവിടെ ആരുമില്ലാത്തതുപോലെയാണ്, ഒരു അനക്കം പോലും കേൾക്കുന്നില്ലല്ലോ പുറത്തേക്ക്. അതാണ് ഹരി ഞാൻ പറഞ്ഞത്, നമുക്ക് സംശയം തോന്നാനുള്ള പ്രധാന കാരണവും അതാണ്. സൂര്യ, സെക്യൂരിറ്റിയെ നിനക്ക് വിശ്വാസമാണോ? ഹരി ചോദിച്ചു. അതില് ഞാൻ പണ്ട് ഈ വില്ലകൾ പണിതപ്പോൾ മുതലുള്ള 2 പേരുണ്ട്, ബാക്കി 2 പേർ പുതിയവരാണ്. ആ 2 പേര് എങ്ങനെയാണ്? ഹരി ചോദിച്ചു. എനിക്ക് വിശ്വസ്തരാണ്, സൂര്യൻ പറഞ്ഞു. എന്നാ നീ അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. അല്ല, ഇവിടേക്ക് വേണ്ട, നിന്റെ വില്ലയിലേക്ക് വരാൻ പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങോട്ട് പോകാം. ഹരി പറഞ്ഞതും സൂര്യൻ ഫോൺ എടുത്ത് അപ്പോൾ തന്നെ സെക്യൂരിറ്റിയെ വിളിച്ചു. അവൻ്റെ വില്ലയിലേക്ക് വരാനും പറഞ്ഞു. പൊന്നു, മയൂരി, ഞങ്ങൾ ഇപ്പോൾ വരാം. ദേ, ഇവൻ്റെ വില്ല വരെ ഒന്ന് പോയിട്ട് വരാം, അവിടെ 2 പേര് ഞങ്ങളെ കാണാൻ വരുന്നുണ്ട്, ഹരി പറഞ്ഞതും അവർ 2 പേരും സമ്മതിച്ചു. ഹരിയേട്ടാ, എന്നാ ഞങ്ങൾ 2 പേരും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോയിട്ട് വരട്ടെ, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. ഇവിടെ വന്നിട്ട് ഞാൻ എങ്ങും കണ്ടിട്ടുമില്ല, പൊന്നു പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്, 2 പേരും കൂടി പോയിട്ട് വാ, ഹരി പറഞ്ഞു. എടാ ഹരി, വൈകിട്ട് ഭക്ഷണം അവിടെയാണ്, ഞങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, സൂര്യൻ പറഞ്ഞു. എടാ, ഞങ്ങൾ ചിലപ്പോൾ 2 ദിവസം ഇവിടെ ഉണ്ടാകും, അപ്പോൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം വേണമല്ലോ, ഹരി പറഞ്ഞതും. എന്നാ പോയിട്ട് വരാൻ നോക്ക്, മയൂരിക്ക് ഇവിടെയെല്ലാം അറിയാം, പൊന്നുവിന് അറിയില്ലല്ലോ. എന്നാ പോയി ഒന്ന് കറങ്ങിയിട്ട് വാ, 2 ഭാര്യമാരും കൂടി, സൂര്യൻ പറഞ്ഞു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്, ആരാണ് ആദ്യം എത്തുന്നതെന്ന് വെച്ചാൽ വിളിച്ചാൽ മതി. ഇനി ഞങ്ങൾ നേരത്തെ കഴിയുകയാണെങ്കിൽ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വരാം, അവിടെ വന്നിട്ടും കുറച്ച് ദിവസങ്ങളായി ഞാനും, സൂര്യൻ പറഞ്ഞു. നീ ഗോകുലം വിലാസിൻ്റെ പേരിൽ വില്ലകളും തുടങ്ങി, അതിൻ്റെ കൂട്ടത്തിൽ നീ ആ സൂപ്പർ മാർക്കറ്റും തുടങ്ങി. എൻ്റെ മോനെ സൂര്യ, നീ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം എവിടെ കൊണ്ടുപോയി വെക്കുന്നു, ഹരി ചോദിച്ചു. അത് പറയാതിരിക്കുക ഭേദം, എൻ്റെ വീടുകൾ മൊത്തം നോട്ടുകെട്ടുകൾ അടക്കി വെച്ചത് കൊണ്ടേ ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും ലാഭമാണല്ലോ കിട്ടുന്നത്, സൂര്യൻ ഹരിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നീ കളിയാക്കി തമാശ പറഞ്ഞതാണെങ്കിലും അതിൽ കാര്യമുണ്ടെന്ന് എനിക്കറിയാം. ഈ കേസ് അന്വേഷണമൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം നിന്റെ വീട്ടിലേക്ക് ഇൻകം ടാക്സ് റെയ്ഡ് നടത്താൻ, ഹരി പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ നിന്റെ വീട്ടിലേക്ക് ഇൻകം ടാക്സ് നടത്തിക്കും. ഞാൻ സാധാരണ വില്ല പ്രൊജക്റ്റും ഓഫീസും കുറച്ച് ചെറിയ ചെറിയ ബിസിനസ്സുമായിട്ട് നടക്കുന്നു. നീയല്ലേ സ്വർണ്ണക്കട ബിസിനസ്സും എന്തൊക്കെയാണ്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അതുകൂടാതെ വേറെയും 3 ജ്വല്ലറികൾ, വേറെ എന്തൊക്കെയോ കുറേ ഉണ്ടല്ലോ. പിന്നെ അച്ഛനും അമ്മയും ഉണ്ടാക്കുന്ന സമ്പാദ്യം വേറെ, ഒരൊറ്റ മകനും. പ്രധാനപ്പെട്ട കാര്യം മറന്നു, ഇപ്പോഴേ ഭാര്യ കോളേജ് അധ്യാപിക, പഠിപ്പിക്കുന്ന കോളേജ് സ്വന്തം. അപ്പോൾ ഞാനല്ലേടാ മോനെ അങ്ങോട്ട് ഇൻകം ടാക്സുകാരെ വിടേണ്ടത്, സൂര്യൻ ചോദിച്ചു. എന്തോ, എങ്ങനെ? ഈ ഗാലക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്
അത് നിന്റെ അല്ലേടാ മോനെ? ഹരി ചോദിച്ചതും സൂര്യൻ മയൂരിയെ നോക്കി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തർക്കിച്ചു കൊണ്ടിരിക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. പൊന്നു പറഞ്ഞതും മയൂരിയും കൂട്ടി പുറത്തേക്കിറങ്ങി. അതെ, കാശ് കൊടുക്കണ്ട, ഇവന്റെ പേര് പറഞ്ഞാൽ മതി, ഇവൻ തരുമെന്ന് പറഞ്ഞാലും മതി, ഹരി സൂര്യനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഓ അത് വേണ്ട, ACPയുടെ കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൊന്നു ഹരിയുടെ പേഴ്സ് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഹരി അവൻ്റെ പേഴ്സ് തപ്പുന്നത്. തപ്പണ്ട, കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിലായിരുന്നു, പൊന്നു പറഞ്ഞു. ഓ അപ്പോഴും മോളുടെ സമ്പാദ്യം അനക്കണ്ട കേട്ടോ, ഹരി പറഞ്ഞു. അതിന് അവൾ ചിരിച്ചുകൊണ്ട് മയൂരിയെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം അവളെ കണ്ടപ്പോൾ വന്ന ആ വില്ലയിലെ പെൺകുട്ടി പുറത്തേക്ക് വന്നത്. ശാലിനി, ഇന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ പോയില്ലേ? പൊന്നു ചോദിച്ചു. പോയി, ഇന്ന് വൈകിട്ട് ഞാനില്ല, ഉച്ചവരെ ഞാനുണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം ഭർത്താവിനോട് നിൽക്കാൻ പറഞ്ഞു. അതേതായാലും നന്നായി, അതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ, ശാലിനി പറഞ്ഞു. ഇത് മയൂരിയെ കാണിച്ചുകൊണ്ട് ശാലിനി ചോദിച്ചതും, ഇത് സൂര്യനാരായണൻ്റെ ഭാര്യ മയൂരി, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഹസ്ബൻഡ്. ആ ദേ വരുന്നു എന്ന് പറഞ്ഞ് പൊന്നു തിരിഞ്ഞതും ഹരിയും സൂര്യനും കൂടി ഇറങ്ങി വരുന്നത് കണ്ടു. അതായത് ഈ വില്ലകളൊക്കെ? ശാലിനി ചോദിച്ചതും മയൂരി അതേന്ന് ചിരിച്ചുകൊണ്ട് തലയണക്കി. നിങ്ങൾ പോയില്ലേ? ഹരി ചോദിച്ചു. ഹരിയേട്ടാ, ഇതാ ശാലിനി, ഞാൻ പറഞ്ഞില്ലേ അന്ന് വന്നപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തുന്ന. ഓ അത് ഇയാളായിരുന്നു അല്ലേ? അതെ സാർ. എന്നെ എങ്ങനെ അറിയാം? ഹരി ചോദിച്ചു. ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണെന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡും സാറിൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളും മറ്റും പലപ്പോഴും കണ്ടിട്ടുണ്ട്, ശാലിനി പറഞ്ഞു. അല്ല, ശാലിനി എങ്ങോട്ടാ? ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, മോളമ്മയുടെ അടുത്താണേ, അതുകൊണ്ട് വേഗം പോയിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയതാണ്, ശാലിനി പറഞ്ഞു. അതെയോ? എന്നാൽ ഞങ്ങളും അങ്ങോട്ട് തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ ഒപ്പം കൂടിക്കോ, പൊന്നു പറഞ്ഞു. അവർ 3 പേരും നടന്നു പോകുന്നത് നോക്കി ഹരിയും സൂര്യനും സൂര്യൻ്റെ വില്ലയിലേക്ക് ചെന്നു. ഹായ്, എല്ലാവർക്കും സുഖാണോ? എൻ്റെ ശബ്ദത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? ഇന്നലെ മോൻ കുറച്ച് സിപ്പപ്പ് കൊണ്ട് തന്നു, ഒരു 3-4 ഞാൻ കഴിച്ച പിന്നെ ശബ്ദം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശബ്ദത്തിന് മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ കൂട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റോറി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഞാനും നീയും ഒന്നാണ് എന്ന സ്റ്റോറിയിലെ സൂര്യനാരായണനെയും മയൂരിയെയും ഈ സ്റ്റോറിയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.